ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകി വാ So there is no അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് പുട്ടപ്പ് ചെയ്ത് അങ്ങനെയല്ല. സ്റ്റഡീസിനൊന്നും ഇതൊരു വിധത്തിൽ ഇൻഫാക്ട് ഹി ലാക്സ് വിത്ത് മ്യൂസിക്. നല്ല ഫീലുള്ള ഒരു പാട്ടത്. തീർച്ചയായിട്ടും. ലൈക്ക് ഹി മേഡ് ദോസ് ടൈപ്പ് ഓഫ് സോങ്സ്. പൊൽത്തിങ്കൾക്കര, ഉല്ലാസപൂത്രികൾ. ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ശക്തിമയം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടോ? എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു. തുടർന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നവനീത് ഇത്രയും മ്യൂസിക്കിൽ ഇങ്ങനെ കുറേ സെൽഫ് എഫേർട്ട് ചെയ്ത് കുറേ സംഭവങ്ങളെല്ലാം പെർഫോം ചെയ്യുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, വേറെ കുറേ ആളുകളുടെ അടുത്ത് എന്താ പറയുക ഡിസ്കസ് ചെയ്യുന്നു, പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഹൗ ഈസ് ഹീ ഇൻ ഹിസ് സ്റ്റഡീസ്? അച്ഛൻ പറയട്ടെ, മകൻ പറയട്ടെ. അങ്ങനെ നവനീതിന് മ്യൂസിക് തുടങ്ങിയിട്ട് അങ്ങനൊരു അതിങ്ങനെ മ്യൂസിക്കിന് വേണ്ടി പ്രത്യേകിച്ച് എഫേർട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മ്യൂസിക് ഈസ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. അപ്പോൾ ഇതന്നെ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഇന്ന് ഞാൻ ഇന്ന പാട്ടിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കാം, അതുകൊണ്ട് ഞാൻ ഇന്ന് പഠിക്കും, അങ്ങനെയല്ല. അതൊരു വേയിൽ അങ്ങനെ ഒരു പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. സോ ദർ ഇസ് നോ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് പുട്ടപ്പ് ചെയ്ത് അങ്ങനെയല്ല. സ്റ്റഡീസിനൊന്നും ഇതൊരു വിധത്തിൽ ഇൻഫാക്ട് ഹി ലാക്സ് വിത്ത് മ്യൂസിക്. ഇപ്പോൾ ഹാർമോണിയം എടുത്ത് വായിച്ചിട്ട് ലൈക്ക് ഹി വിൽ സിംഗ്, അല്ലെങ്കിൽ വാട്ട് എവർ ഹി വാണ്ട് ടു ഡു, അല്ലെങ്കിൽ കുറേ സമയം എന്നോട് ദേവരാമകൃഷ്ണനെ പറ്റി സംസാരിക്കും. ഒരു ദിവസവും ഇതുവരെ ഇല്ലാഞ്ഞിട്ടില്ല ദേവരാമകൃഷ്ണനെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. ആക്ച്വലി ഞാൻ മുമ്പും നവനീത്തോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ എങ്ങനെ ഈ കോവിഡ് ടൈമിൽ നമ്മളെല്ലാവരും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇതായ സമയമാണല്ലോ, വേറെ ഒന്നും പുറത്തേക്കൊന്നും പോകാൻ, ലോക്ക്ഡൗണും അതൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു പയ്യനിരുന്ന് ഇങ്ങനെ ദേവരാജൻ മാസ്റ്റർ, ദേവരാജൻ, ഒരു വല്ലാത്തൊരു സ്ലാങ്ങിൽ. ഞാൻ ആദ്യം വിചാരിച്ച ഫസ്റ്റ് ഇംപ്രഷൻ, ഇതെന്താ ചുമ്മാ ഒരു ജാടയാണല്ലോ. പക്ഷെ അത് സബ്ജക്റ്റ് കേട്ട് വന്നപ്പോൾ കണ്ടന്റ് വരുമ്പോഴത്തേക്കും അതല്ല, സംഭവം കറക്റ്റാണ്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണത്. അങ്ങനെ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി, സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ ഞാൻ അതിലൊരു എന്താ പറയുക, ഒരു ഫാനായി, ഡൈ ഹാർഡ് ഫാനായിപ്പോയി. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ജെട്ടി പാക്കിൽ തൃപ്പൂണിത്തുറയിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാണാൻ പോയി. അന്ന് പരിചയപ്പെട്ടു, ഫോട്ടോ എല്ലാം എടുത്തു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വിചാരിച്ചു, ഇവരുടെയൊക്കെ ഒപ്പം നമ്മൾക്കൊക്കെ ഇരിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ സത്യം ഞാൻ വെറുതെ നോട്ട് എന്താ പറയുക, ഞാൻ വെറുതെ ഇത് ചെയ്യുന്നതല്ല. അത് കഴിഞ്ഞിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ് വന്നത്. ഈ ബാങ്ക് എംപ്ലോയീസ് ബീമിൻ്റെ TDM ഉള്ള അവർ ഇങ്ങനെ പ്രോഗ്രാം, നവനീത്തിൻ്റെ പ്രോഗ്രാം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻ യു പ്രൊവൈഡ് ഓർക്കസ്ട്ര വെച്ചു. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ലോട്ടറി വന്ന് വീണ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഐ വിൽ ഡു. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല അതിനകത്ത്. അങ്ങനെ ശ്രുതി ഓർക്കസ്ട്രയുടെ ബാനറിൽ അങ്ങനെ ആർട്ടിസ്റ്റ് എല്ലാം ബാക്കപ്പ് ചെയ്യും. അപ്പോൾ അത് ലക്കിലി യു ഓൾസോ ഗോട്ട് സം സിങ്ക് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആ ആർട്ടിസ്റ്റുമായിട്ടൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കിട്ടി. എല്ലാവരുമായിട്ട് നന്നായിട്ട് ഒരു എന്താ പറയുക, ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആണല്ലോ. അതെന്തോ ലക്കിലി എല്ലാം ഗോഡ്സ് ബ്ലെസ്സിങ്. അതിനുശേഷം നമ്മൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീട്ടില് കണ്ണൂരാണ് വീട്. അപ്പൊ കണ്ണൂർ ഇത്തവണ ഒരു ദിവസമേ പോകുന്നുള്ളൂ. ഇത്തവണ കൂടുതലും ഇന്ന് നാളെ ഉണ്ടായിരുന്നു, നാളെ ഉണ്ട്, നാളെ ഷൂട്ട്, മറ്റന്നാൾ വീണ്ടും കാണും. അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ദേവരാമാഷ ചെയ്തിരിക്കുന്ന പാട്ടുകളിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ഒന്ന് ശക്തിമയം, ശിവശക്തിമയം എന്നുള്ള പാട്ട്. എന്താ അഭിപ്രായം? അങ്ങനെ അതിനകത്ത് പാട്ടിന്റെ എന്താ പറയുക, ലിറിക് കമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചല്ല, അതിന്റെ ഹമ്മിങ്, അതൊരു ഹമ്മിങ്, അതുപോലെ ഒരു ബ്രില്യൻ ഹമ്മിങ് ഞാൻ ജന്മത്ത് വേറെ കേട്ടിട്ടില്ല. അതിനകത്ത് അത് കമ്പോസ് ചെയ്തതും അത് പഠിച്ചെടുത്തതും മിറക്കുലസ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും അല്ലേ? അതെ.
അത് എത്ര ടൈം എടുത്ത് കാണും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അല്ല എത്ര ടൈം എടുത്ത് കാണും ഇത് പഠിച്ച് ഇത് ചെയ്ത് അതേപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹമ്മിങ് ആണ്. പാടാനൊന്നും പറ്റില്ലായിരിക്കും, നമ്മൾക്കൊന്നും സാധിക്കില്ല. Every time I hear like Shaktimayam, Shiva Shaktim, actually there's a fun story with this with one of my friends. So a lot of my friends even in college, അവര് ദേവരാജ മാസ്റ്റർ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ട്, ബിക്കോസ് ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എപ്പോഴും ഇങ്ങനെ കേൾക്കും. So they're not, half of them are not even Indian. Like I have two of my friends, one of them he's like me, like Indian American, born and raised there. Another one is from Hong Kong. The Indian American, like my friend, his name is Pranay Sanwal. His parents are from Rajasthani, so he has no link with Malayalam music. And the other friend is from Hong Kong, right? So no link with Indian music, period. അവര് രണ്ടാളും നമ്മുടെ വീട്ടിലെല്ലാം വന്നപ്പോൾ like I would hear like Maniki Venema and Shakti Padi. Yeah, because they like the songs so much. I mean, like the same way you said, Uncle, music is a universal language, right? So end up like he sang Shakti Mayam for me. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ശക്തിമയം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, കേൾക്കാൻ ആഗ്രഹമുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ it was a very sweet gesture. And he was like, the way he speaks is he's one of my best friends, like truly. And the way he speaks, like I never really this song is wonderful. I don't know what it is, but that humming, man. And like നമ്മുടെ Spotify like Spotify Wrapped like you present your top 5 artists. The other 4 artists are like rappers or like international artists. The fifth artist, the fifth most popular because of now he's listening to more Devaraja Master and Yeshudas sir Yeshudas, that's his 5th most popular artist that he listens to, right? So like even like he organized a concert in his high school, like a kacheri classical concert that me and my friend were doing, like a tabla player. And on the way to there, we were hearing like a lot of music. Adilum, the only Indian music that was there was not classical music. Tanga bhasma kurita tamburati ninde. Like we were hearing those type of songs. And Shaktimayam, especially going back to that, like Kamboji Ragam, looking at Sarigama Padasa. Sani dava magari sani padasa, right? And the way, especially Devaraja Master, I heard from what I've read about him was that and talked with his close associates, was that he was very influenced by G.N. Balasubramanian's stylistic and that humming. I'm sure you've identified as well. സാറും ആ ഒരു ബൃഹ പദ്ധതി അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ GNB ഒരു ശൈലി like I don't know the humming too well, but like that I sang it wrong, but I'm gonna do it's a phenomenal humming. Even Poltingal kind of I still can't sing that right. I'm gonna do oh my god, and he said Satya Shiva Soundaryangaldan those type of gamagas and everything you can almost examine like as if he got it straightly from the book of GNB. I mean, obviously with his own novelties and his own individuality, but അങ്ങനെ ദേവരാജ മാഷ് അങ്ങോട്ട് കച്ചേരികളിലും പാടുമ്പോൾ he sings like Vijesh Gopal Angal. I mean, you sung with him for the tribute to Yeshudas sir. I was talking to him one day and then he told me that, because I asked him, because he learned Carnatic music under Devaraja Master as well for some time, alongside film songs, and he told me that Devaraja Master told him, if you want to know how my Carnatic sounds, replace GNB's voice with my voice. So replace GNB's voice with my voice and then you'll get what my Carnatic sounds like. So basically, I've even heard, apparently the king of Travancore at that point tuned into the radio. This is when Devaraja Master was like 21, 22. ആ സമയത്ത് റേഡിയോയിലും ധാരാളം കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. So ആ സമയത്ത് like I think the Travancore Maharani or king tuned into the radio and thought it was GNB singing. But it was Devaraja Master. That's the thing. So athrikum resemblance. Of course, Devaraja Master's voice is unmistakable, right? But the style, I mean, it was very, like, I even heard that he tried to learn from GNB for some time too. But then, because, I mean, at that point, he was also at the KPSC film music cutting in the Samiran. So, I mean, it's different
it's a അല്ല, different ഇങ്ങനെ ഞാൻ era. കേട്ടിട്ടുണ്ട്. അതായത് ലൈറ്റ് മ്യൂസിക്കിലും ഫിലിമി മ്യൂസിക്കിലും ഇതായ സമയത്ത് കൂടുതൽ ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യണ സമയത്ത് ക്ലാസിക്കൽ മ്യൂസിക് ഇനി ചെയ്യില്ല എന്ന് മാസ്റ്റർ അങ്ങനെ തീരുമാനമെടുത്തു എന്നുള്ളതാണ്. കച്ചേരി മീൻസ് കച്ചേരി, മേടയിൽ കച്ചേരി ചെയ്യില്ല. Because he didn't want any influence from, like, we were talking to Leelamani Ammama, we were talking to his wife, and Ammanodu samsarichapol, she said that he was very particular that no influence of Carnatic music, like hardcore Carnatic music, should creep up into his light music. He was very particular about that because he kind of determined that if film music is my calling, if I'm going to be making more and more songs, then it should be as light and simple as possible. Not saying that Carnatic music is not light or simple, but it's different styles. പക്ഷേ ദേവരാജ മാഷ് കമ്പോസ് ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടും രാഗ ബേസ്ഡ് അല്ലേ? കുറേ രാഗ ബേസ്ഡ് ആണ്. അങ്ങനെ അത്രേ ഉള്ളൂ. അത് ഐ തിങ്ക് എവറി സോങ്, സംടൈംസ് അങ്ങനെ അന്യസ്വരങ്ങളിലും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പെരിയാറ്, ഈവൻ ദോ പീപ്പിൾ സേ ഇറ്റ്സ് ഇൻ മോഹനം, നിഷാദെല്ലാം വരാറുണ്ട്. ഈവൻ കായാമ്പൂ കണ്ണിൽ വിടരും, ഇല്ല വേറെ നോട്ട് വരും. അതെയാ. നിത്യവിസ്മയവുമായി ഞാനിറങ്ങി, നിത്യവിസ്മയവുമായി ഞാനിറങ്ങി സഖി. Then he goes back to Mohanam. So but a lot of his classics like Shaktimayam, പ്രാണനാഥനെനിക്കു നൽകിയ, I mean, I think a lot of his classics were in raga based as well, and then he had a lot of other ones not also. But I think I'm gonna like a mix of both. അവരുടെ കുറച്ച് മുന്നേ എനിക്ക് ഒരു വർഷം മുന്നേ ബാലമുരളീകൃഷ്ണൻ അല്ലേ, ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ, പുള്ളി ദേവരായ മാസ്റ്ററുടെ പാട്ട് പാടിയത് ഫിലിം സോങ്സ് കച്ചേരിക്ക് പാടുമായിരുന്നു. അതിന്റെ ഒരു കച്ചേരി അല്ല, he sang so the Tamil version of Poltingal Kala, because Kumara Sambam was a dubbed movie. Okay, that's right. So the Tamil version of that was sung by M. Balamurali. I don't want to butcher the lines. I'm gonna Polting, like because Balamurali Krishna Jiru, I mean, he's one of the Trimurtis of Carnatic music, especially modern. Like he is probably my biggest inspiration in Carnatic music. Poltingal Kala tanana himavandana nanana tanana venmegam tanana tanana karuttanana tanana light Carnatic idea. So he's saying that's a testament to Devaraj. I heard there was great camaraderie and respect between the both of them as well. I mean, they had great respect for one another. I've heard, and they were good friends as well. But yeah, I like even Srinaya, like Balamurali Krishna ji is sung for Devaraja Master within like Navada Surya Krishnamurti in his like sound and light show where he's like made special insisting for Devaraja Master. Even the movie Srinarayana Guru, Miri Mona Kundu, even another Udaya Kungumam Pushum Malayil. അതിലെ പാട്ടിനല്ലേ ജയൻ സാറിന് നാഷണൽ അവാർഡ് കിട്ടിയത്? Shiva Shankara Sarva Sharanya Vibhu. Yeah, that's the 1985, right? Srinarayana Guru. What a song. ഈ ടഫ് പാട്ട് പാടുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, ഇതിന്റെ റെക്സ് മാസ്റ്റർ നാദബ്രഹ്മത്തിനെ പറ്റി പറഞ്ഞില്ലേ, എങ്ങനെയാണ് ദാസേട്ടൻ പാടിയെന്നുള്ളത്? എന്താണ് 2 or 3 takes, that was it. Because apparently from like Rex Marsh said that like I've heard other musicians say that when sometimes teaching songs, like Devaraja Master was insistent that one should not practice it at home necessarily, not because it's bad, but it's like he wants the singers to keep it fresh in mind. So with songs like Nada Brahmatin, like it was 1, 2, 3 takes and that was it, right? Because I mean and that's the beautiful rendition that we hear today. I do. You cannot imagine some at the 3 takes Nada Brahmatin. Like I remember hearing even John Samar say, "But that's the toughest Malayalam song ever." That's what John Samar said. I remember like in a music competition because or even that's another song completely. I mean, with the influence of GNB as well. With the Indra Sabhatalama Saksha, those type of, like if you hear like GNB's
saying that wrong, but I'm gonna do that. Those, even though it's different ragas, I would do going up the notes and whatnot. I mean, Devaraja Master, he never, that's his genius, right? Like making brilliant singers like Yeshwada sir and Jason sir. Correct. Like one of my, especially he did 150, 200 songs with Jason sir as well, both within films, non-films. Like, and one of my favorites is like, Manathu kannigal mayangum kayangal മനോരമേ നിന്നയനങ്ങൾ അവയിൽ മുഖം നോക്കും ഭയങ്കര ഒരു നല്ല ഫീലുള്ളൊരു പാട്ടത്. തീർച്ചയായിട്ടും. ലൈക്ക് ഹി മെയ്ഡ് ദോസ് ടൈപ്പ് ഓഫ് സോങ്സ്. പൊൽത്തിങ്കൾ കല, ഉല്ലാസപൂത്രികൾ. നവനീത്, ഇപ്പം നമ്മൾ കുറേ ഒരു എന്താ പറയുക, ഒരു 60s 70s വരെയുള്ള പാട്ടുകളാണല്ലോ പറഞ്ഞത്. 80s 90s അതിന് ശേഷം വന്ന പാട്ടുകൾ, ഇപ്പം രവീന്ദ്ര മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, ജെറി അമൽദേവ് സാർ, നിറയെ പാട്ടുകൾ. അതെ, അങ്ങനെയുള്ള പാട്ടുകൾ കൂടുതൽ അതുപോലെ സ്റ്റഡി ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ടോ? ഇതിപ്പോൾ 90s ഒക്കെ ഉള്ള പാട്ടുകൾ, അതായത് നവനീത് ജനിക്കുന്നതിന് കുറച്ച് മുമ്പുള്ള പാട്ടുകൾ. I'm a huge fan of his, especially like Johnson Mash, Vidyaji, Ravindra Mash, Jerry Amaldev sir is also one of my, I always think Jerry Amaldev sir is a very unsung composer because he did so many. Even Devadundubile ഒരു interlude, I think that he did such a genius move there, because I forgot the name of it, Irish ballad or Irish folk song that has that similar structure. He took that and then he turned into the bridge between that Pallavi and that Charanam. So I mean, he was, I've tried to study their songs as well to the best of my ability. I mean, I really, that 80s, 90s and even 2000s as well, like Ilayaraja sir, Johnson Master, Ravindra Master, Jerry Amaldev sir, or even like probably a little more unsung composers like Raghu Kumar. Like they did phenomenal music. Perumbavoor G. Ravindranath, Onnam Ragam Paadi. Even though Perumbavoor G. Ravindranath sir probably only did 10 to 15 films, all of them are gems. Rajamani sir as well. Yeah, I mean the king of background music, right? I think that's one of his most famous songs. Like, I mean, Malayalam always had a lot of musicians at that. M.G. Radhakrishnan. So I mean, that's another. Jayadeva Kaviyude Geetigal Kettende Radhe Urakamayo Shahana. So many of those songs I still listen to, and what I heard actually a recent Lalita Ganam by M.G. Radhakrishnan sir. Like, I think Yeshwada sir saying it was in 1979. Radha Madhava Sangalpatin Ragavrindavaname All India Radio Yamuna Tirathu Ninnum കൗമാരഗന്ധികൾ പൂത്തു രാധാ മാധവ. And then I would say Pachan sir as well. ഈ എം ജി രാജൻ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലേ, ഒരു പാട്ടും മറ്റൊരു പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ല. That's the thing. എത്ര പാട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നിനോടൊന്നും യാതൊരു എവിടെയും ഒരു റിസംബ്ലൻസ് പറയാം. മൃദുലേ ഒന്ന് 4 വരി പാടാമോ? പിന്നെ ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ യാമിനി തൻ മടിയിൽ മയങ്ങ
ചന്ദ്രികയിലലിയാം മനസ്സു മനസ്സുമായി ചേർന്നിടാം തരരരരരരരരരരരര യാമിനി തൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലലിയാം മനസ്സു മനസ്സുമായി ചേർന്നിടാം. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ സിനിമകളിലൊക്കെ പാടി തുടങ്ങുകയാണല്ലോ, അപ്പോൾ എന്തായാലും നമ്മൾക്കിനി ദേവരാജൻ മാസ്റ്ററും അല്ലെങ്കിൽ പിന്നെ MS ഒന്നും ഇനി ഇല്ല, പുതിയ മ്യൂസിക് കമ്പോസേഴ്സിന്റെ പാട്ടുകളായിരിക്കും പാടേണ്ടി വരുന്നത് അല്ലേ? യെസ്. അപ്പോൾ ഒരു ആ ഒരു ജോണറിലുള്ള പാട്ടുകളെ ആയിരിക്കില്ല ഇനി ഒരു പക്ഷേ അല്ലേ പാടാൻ നമുക്ക് വരുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകളുള്ള സമീപനം എന്താണ്, അതിനോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ? Very relevant question. Yeah, I actually love the new songs as well. Like I try to listen to the new songs as much I do the classics, like the gems composed by Devaraja Master. Probably listen to little less than the songs by Devaraja Master specifically, but especially like I'm a big fan of Sushin Shyam, a big fan of Harish Shivaramakrishnan ji, like Job. I'm a big fan of their music, like Sudhir Santosh. I really like what they do with music, and especially now with Kerala, I think independent music is succeeding. So like music aside from films is succeeding as well, which I'm super happy about. I'm gonna Kappayum Madhrubhumiyum, I'm happy about the work that they're doing because it's promoting Malayalam music on a big scale. Like even seeing songs like Omena Tingal Kidavo and Life of Pi, right? Like where Bombay Jayasri used it so amazingly. It's very prideful for me to see like Malayalam songs on a grand scale. ഈ പറഞ്ഞതിനിടയ്ക്ക് ചില പേരുകൾ ഇപ്പോൾ നവനീത് പറഞ്ഞല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ലെജൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച പാട്ടുകൾ ഇപ്പോൾ പുതിയൊരു ട്രെൻഡിൽ പുതിയ സിംഗേഴ്സ് പലരും വേറൊരു രീതിയിൽ ആറ്റിറ്റ്യൂഡിൽ പാടുന്നുണ്ടല്ലോ. അതിനെ ഇങ്ങനെ എന്താ പറയണ്ടേ, എക്സ്പാൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഇലാബറേറ്റ് ചെയ്തിട്ട് പാട്ടിനെ ഇംപ്രവൈസ് ചെയ്ത് പാടുന്നുണ്ടല്ലോ. കേട്ടിട്ടുണ്ടാവുമല്ലോ. അതെ, അപ്പോൾ അതിനോടുള്ള ഒരു എന്താണ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അങ്ങനെ പാടണോ അതോ ശരിക്കുള്ള മാസ്റ്റർ ക്രിയേഷന്മാർ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്താൽ മതിയോ, അതോ ആ ഇംപ്രവൈസേഷൻ വെദർ ഇറ്റ് ഈസ്? That's a good question. I think for me, I might not be the right judge of it because sometimes I don't sing a lot of times I don't sing the song to the 100% perfection. So who am I to tell anyone else to do it? Okay. So but I think every song is open for interpretation. I think obviously it's different, like pronouncing like a word wrong versus like otherwise singing it and like making improvisations. I think is still, I mean, I think it sounds good. I think I think with some songs, obviously, like with any listener, I think it's always like you always want it to be kept like Chakraratini. You sometimes like I don't think I've ever heard a version with improvisations to it, right? People always, even when like people usually sing songs like improvisations to other songs like Chakraratini, Ayam Padsang, or like they don't sing improvisations to because the scope is not there for that. Not as a bad thing necessarily, because Devaraja Master tuned it to like hardcore perfection, right? So I'm ശരിക്കും പറഞ്ഞാൽ I honestly I don't want to sound like too politically correct. Sometimes I don't sing songs like 100% perfect, right? So I feel like I'm not the right person to. ഡിപ്പെൻസ്. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ടാലന്റ് അല്ലേ, നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് പാടുന്നില്ലെന്നുള്ളതല്ല വിഷയം. നമ്മൾ ഒരു ക്രിയേറ്റർ അത് ചെയ്തു വെച്ചിരിക്കുന്നതിനെ രൂപഭേദം വരുത്തി വേറെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ അതിനോടുള്ള ഒരു സമീപനം എന്താണെന്നുള്ള ഇപ്പം ഈ ജോൺസൺ മാസ്റ്ററുടെ പല പാട്ടുകളും മധുരം ജീവാമൃത ബന്ധു അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ചിലരിങ്ങനെ അൺപ്ലഗ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. I actually like listening to those versions. എനിക്ക് personally ഇഷ്ടമാണ് അങ്ങനെ. അതെ, actually I like it. You don't try for that. I don't try for it as much, but അങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ മറ്റൊരു കേൾക്കാൻ പാടുന്നത്, especially like ജീവാമൃത ബന്ധു അതിന്റെ ഒറിജിനൽ പോലെ ഒന്ന് പാടിത്തരാമോ? പിന്നെ I'll try my best. Please.
ജീവാമൃത ബിന്ദു മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃത ബിന്ദു. വെരി ഗുഡ്. Thank you. No, especially Madhuram Jeevaamrita Bindu. I like a lot of those covers as well. Like I heard a cover of Vannathipudayude Theeratte, and it wasn't necessarily changing the tune as much, but it was like they changed the backing up a little bit. It was nice. അത് ചിലത് നല്ലതാ, നല്ല രസമാണ്, ആസ്വദിക്കാൻ പറ്റുന്നു. മലയാളത്തില് ഇപ്പം നമ്മുടെ മലയാളികളല്ലാതെ പുറത്തുനിന്ന് വന്ന കുറെ നല്ല മ്യൂസീഷ്യൻസ്, കമ്പോസേഴ്സ്, നല്ല നല്ല ഇപ്പൊ സലീൽദായുടെ പാട്ടുകൾ, അതില് കുറെ നമുക്ക് എന്താ പറയാ, എത്ര കേട്ടാലും മതിയാവാത്ത കുറെ പാട്ടുകൾ. Especially I think Malayalam as an industry, like not saying this in comparison to even other industries, but like at least from my knowledge, like Malayalam probably has had more non-Malayalam composers than other, like probably than Tamil has had non-Tamil composers, or Kannada has non-Kannada composers. Just because I think the Malayali sensibility has always been appreciative, everything good, right? So I think I probably, like, I remember hearing the great Sukumar Record say, like, who's your favorite singer? And it was not Yeshdas, it was not Rafi Saab, it was KL Saigal, right? So, I mean, that's the taste. Like, they were even listening to Hindi songs at that point. Soja Raja Kumari. Even if you ask my grandfather what his favorite singer is, he will say K.S. George. Point blank. Like, he traveled. ദേവരായ മാഷ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകനായിരുന്നു. K.S. George. And Sushilama as well. But, no, that's especially with a lot of, like, Salda, Usha Khanna, Madhupagaru, like even Bombay Ravi, Naushad Saab Dhwani, even like Uttam Singh. Panirupeyum niravil പാരിജാതത്തിൻ ചോട്ടിൽ I really like that song a lot. ആശ്രിത വത്സലനേ രവീന്ദ്ര ജെയിൻ. സ്വയംവര ശുഭദിന കാളിദാസന്റെ കാവ്യഭാവനയെ താലിപ്പൂ. Really good songs. And that's the time, like, Ravindra Jain did, and even non-Hindi singer, like a lot of non-Malayalam singers, like not even coming from South, but like Talat Mahmood. Kadale, Neela Kadale. There's like, I love the way he sings. Taramanoharalipil vanam പ്രേമ കവിതകൾ എഴുതുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ് കേൾക്കാൻ. സാഗരമേ ശാന്തമാകും ഒരു 4 വരി എന്ന് പാടാം. നമ്മളിപ്പോ സ്റ്റേജിലും ജസ്റ്റ് പെർഫോം ചെയ്തേ ഉള്ളൂ. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരെ യാത്രാമൊഴിയുമായി സാഗരമേ ശാന്തമാകനീ. ഞാൻ പാടാത്തതിനൊരു കാരണമുണ്ട് കേട്ടോ. നമുക്ക് നമ്മളൊരു പാട്ടുകാരൻ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഒരു പാട്ട് അതിനോട് നീതി പുലർത്താൻ പറ്റുക എന്നുള്ളതാണ്.
എനിക്ക് നീതി പുലർത്താൻ പറ്റാത്ത പാട്ടാണ് സത്യമായിട്ടും. അത് അങ്ങനെ പല പാട്ടിലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈവൻ ഒരു സിംഗിൾ സംഗതി If you cannot, then how can I? എനിക്ക് പാടിയ പെർഫെക്റ്റ് ആയില്ല എന്നുള്ളതുകൊണ്ട് മാറ്റി വെച്ചിട്ടുള്ള പാട്ടുകളുണ്ട് പലതും. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ ഈ ഇംപ്രവൈസേഷൻ എന്നുള്ള സംഭവം രണ്ട് പോളിലാണെന്നുള്ളത് കാര്യം പറയാം. നമ്മുടെ ഒരു ഇതിൽ ഒരു ഹിന്ദി ഒരു സോങ്, ഒരു വെരി ഓൾഡ്, ഞാൻ തന്നെ നവനീത് പാടിയാണ് ആ പാട്ട് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു 60s മറ്റും വന്നിട്ടുള്ള ഒരു ഹിന്ദി സോങ്. അതിൽ പാടിയിട്ട് അതിനകത്ത് പിന്നെ ഹിന്ദുസ്ഥാനി ടച്ചസും കുറേ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടത്തിൽ അതിങ്ങനെ കുറേ ആ രാഗം തന്നെ കുറേ വിസ്തരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ടുമായിട്ട്, സല്ലാപത്തിലത്തെ പാട്ടുമായിട്ട് അതെന്തായിരുന്നു അത്? That was so ഒരു ഖവാലി ഉണ്ട് by like Nusrat Fateh Ali Khan. അതൊന്ന് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് എല്ലാവർക്കും ഒന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന്. If I mispronounce any word, please Don't but ਸਾਨੂੰ ਇੱਕ ਪਲ ਚੈਨ ਨਾ ਹੋਵੇ, ਸਾਨੂੰ ਇੱਕ ਪਲ ਚੈਨ ਨਾ ਹੋਵੇ, ਸਜਣਾ ਤੇਰੇ ਬਿਨਾ, ਸਜਣਾ ਤੇਰੇ ਬਿਨਾ, सड़गलिया जी ने उलगड़ा, सड़गली गलिया जी ने उलगड़ा, सजना तेरे बिना, सजना तेरे बिना, हो सानू एक पल चैन न होवे, सजना तेरे बिना, सजना तेरे बिना. Then I would do like പൂന്തിങ്കളേ ശ്രീ സുഗന്ധം എന്നോമലാളി നിന്നു നീ നൽകിയോ, ഏകാകിനി അവൾ വാതിൽ തുറന്നു, എന്തെങ്കിലും പറഞ്ഞു, എന്നാത്മനൊമ്പരങ്ങൾ നീ ചൊല്ലിയോ, ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ, വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി. അതായത് നവനീത് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചില വാക്കുകൾക്ക് സംശയം ഉണ്ടായല്ലോ, ചില വാക്കുകൾ. അപ്പൊക്കെ നമ്മുടെ എങ്ങനെയാണ് ആൾ ഇതുവരേക്ക് എത്തിയത്? 2 വയസ്സ് ചെയ്യുന്നപ്പോൾ 20 വയസ്സ് വരയ്ക്കും ഉള്ള നവനീതിന്റെ സഞ്ചാരം ഗ്രേറ്റ് സപ്പോർട്ടാണ്. അതാണ് എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പാരൻസിന്റെ സപ്പോർട്ടാണ്. തീർച്ചയായും, അത് ഒരു സംശയമില്ല. നവനീത് ഏതായാലും നമുക്കൊരു ഭക്തിഗാനം പാടിക്കൊണ്ട് നമുക്ക് ഈ നമ്മുടെ സംവാദം ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും കൂടുതൽ 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 നമുക്ക് എന്താ പറയുക, നവനീത് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ ആവാനും മ്യൂസിക്കിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാനും ഇംപ്രവൈസ് ചെയ്യാനും നവനീതിൻ്റെതായിട്ടുള്ള മൈൽ സ്റ്റോൺസ് എല്ലാം അച്ചീവ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ഭക്തിഗാനം. God bless you. Thank you so much. Thank you so much. Thank you, Unni sir. Thank you. Ni sada ni re ga ma pa ma ga ma re ga re sa, ni sada ni sa. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും
കേൾക്കാതെ വയ്യ നിൻ മുരളി മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഇതിൽ വളരെ സന്തോഷം. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന നവനീതിന്റെ ഒപ്പം പാട്ട് പാടാനും സംസാരിക്കാനും അവസരം ഉണ്ടായതിൽ എനിക്ക് അതിയായ സന്തോഷം. The privilege is mine, uncle. Please, no, thank you so much. It's finally, I mean, I know I saw you before at JT Pack, but that was only a very short interaction. Now I'm glad that I got to sit and do this. അല്ല, ഞാനൊന്നും പറഞ്ഞില്ല. എന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് പൊന്നാടൊക്കെ ഇട്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഇതായിരുന്നു എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായിരുന്നു. എനിക്കൊന്നും പറയാനുള്ള ഒരു ആവതുണ്ടായിരുന്നില്ല അന്ന്. ജസ്റ്റ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല. അതെല്ലാം ഏതായാലും ഇന്നത്തെ നമ്മുടെ ഈ സംവാദത്തിൽ എവറിത്തിങ് ഫുൾഫിൽഡ്. സന്തോഷം. Thank you so much. എല്ലാ പ്രോഗ്രാംസും എല്ലാ കാര്യങ്ങളും മേൽക്കുമേൽ സക്സസ് ആവുകയും. Thank you so much. Thank you.